നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മട്ടൻ കറിയാണ് കേട്ടോ. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ മട്ടനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഒരു വിസിൽ നല്ല ഫുള്ളിലും പിന്നെ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 വിസിലടിക്കുമ്പോൾ മട്ടൻ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന മട്ടൻ ഇത്തിരി സ്പൈസിയാണ്, ഇത്തിരി ഗ്രേവിയാണ്. അപ്പത്തിൻ്റെ കൂടിയും വട്ടയപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന മോഡൽ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മട്ടൻ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു ചട്ടിയിലാണ്, മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനുവേണ്ടി നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് നാളികേരപ്പാലും ചേർക്കുന്നുണ്ട്. ആ മട്ടൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ഒരു കുത്ത്, അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അത് കാരണം. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തത് ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്, സബോളയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണം ചേർക്കുന്നുണ്ട്, പിന്നെ സബോള ഒരു 2 എണ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയുടെ കൂടെ പച്ചമുളകും കൂടി ഇട്ടിട്ട് സബോളയും കൂടി ചേർത്ത് വഴറ്റി ഉപ്പിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം വഴന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ചേർത്തു. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആ സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്താലും മതിയായിരിക്കും. നല്ലതുപോലെ അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി ഒരു 1.5 തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെക്കുന്നുണ്ട്. തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം മാറ്റി വെച്ചിരുന്നു. ആ വെള്ളമാണ് കുറച്ച് ദിവസം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഗ്രേവി ടൈപ്പ് മട്ടൻ കറിയാണ് വെക്കണമെന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേവിച്ചതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്നു, അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ മട്ടൻ ചേർക്കാവുന്നതാണ് കേട്ടോ. മട്ടനും കൂടി ചേർത്ത് കുറച്ചൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് വരുമ്പോൾ നമ്മുടെ മട്ടൻ കറി ഏകദേശം റെഡിയാവും. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ 1/4 പാലും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മട്ടൻ്റെ ആ ഒരു കുത്തൊക്കെ മാറാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ റെസിപ്പി.